ഇങ്ങനെ കത്തിച്ച് 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 ഇവര് അണികളെങ്ങനെ അങ്ങനെ വളരെയധികം വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന സന്ദർഭത്തിൽ ഈ അടുത്ത ദിവസം ഒരു പരിപാടിയിൽ വെച്ച് അവരോട് ചോദിക്കപ്പെടുകയുണ്ടായി, വെല്ലൂരിലുള്ള തിരുകേശത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അവർ പറഞ്ഞെന്താണ്, അത് റസൂലുള്ളാഹിന്റെ ഒറിജിനൽ മുടിയാണ്, ഒരു സംശയവുമില്ല. എന്താ കാരണം? അത് നമ്മുടെ ആലിമീങ്ങൾ ഉസ്താദന്മാരൊക്കെ എത്രയോ പൂർവികരായി കുറെ കാലങ്ങളോളമായി അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന മുടിയാണ്. ഉടനെ ഈ ചോദിച്ച ഈ പ്രവർത്തകന്റെ ചോദ്യം, എന്നാല് ആ മുടി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ വന്നാങ്ങൾ അംഗീകരിക്കോ? അപ്പോ അത് അംഗീകരിക്കൂല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ രോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മർക്കസിൽ വന്ന തിരുകേശത്തിന് അടിത്തറയില്ലാത്തതോ അല്ലെങ്കിൽ സനദില്ലാത്തതോ ഒന്നുമല്ല വിഷയം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ആ അഭിമാനകരമായ പുരോഗതിയിൽ, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മുന്നേറ്റത്തിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ആസാറ് കൂടി ലഭിച്ചു. അതിന്റെ ഒരു അംഗീകാരം, അത് ഈ സമൂഹത്തിൽ ഇനി ഞങ്ങൾക്ക് നിലവിലുള്ള അഡ്രസ്സും നഷ്ടപ്പെടുത്തി കളയുമോ എന്നൊരു ഭീതിയും ഇതിലുള്ള അസൂയയുമാണ് വാസ്തവത്തിൽ ഈ ഫിത്തനകളും ഫസാദുകളൊക്കെ പറഞ്ഞ് പരത്തുന്നതിന്റെ ഘടകം. അതിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ആലിമീങ്ങളെ അങ്ങനെ സംസാരിപ്പിച്ച് അതിന്റെ തലയും വാലും ഒക്കെ മുറിച്ച് വെട്ടിമാറ്റി അങ്ങനെ സമൂഹത്തിൽ ചിത്രതയും ഫിത്രയും സൃഷ്ടിക്കാൻ വേണ്ടി ഗൾഫ് നാടുകളിലുള്ള നിങ്ങൾക്കിടയിൽ ഒരുപാട് സംശയങ്ങളും മറ്റൊക്കെ പലരും ഒസ്വാസുകൾ ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം ഇത് ഒറ്റക്കെട്ടാണ്. നമ്മുടെ ആലിമീങ്ങൾ ഒറ്റക്കെട്ടാണ്. കുറെ കാലമായി ഇവരിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഓരോ സമ്മേളനം വിജയിപ്പിക്കൽ എങ്ങനെയാണ്? നമ്മളതിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, മറ്റാൾ വരുന്നുണ്ട്, വർമ്മസ്ഥാവ് വരുന്നുണ്ട്, പേരുടസ്ഥാവ് വരുന്നുണ്ട്, മറ്റൊരു വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു നേതാവിന്റെ പേര് പറഞ്ഞിട്ട് 10 ആളെ കൂട്ടാൻ അവർക്ക് സാധിക്കുമോ? അങ്ങനെയൊക്കെ ആളെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളില്ലാത്തത് കൊണ്ടല്ലേ ഇവിടെ നിന്നുള്ള ആൾക്കാർ കാണിച്ചു കൊടുക്കുന്ന സത്യത്തിൽ. അതേ അവസരത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനിയിപ്പോ അവിടുന്ന് തന്നെ ആരും ഇങ്ങോട്ട് വന്നാലും, കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മോൻ തന്നെ വന്നിട്ട് പോലും നമ്മൾ അവരൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ടല്ല നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കല്. നമ്മുടെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, ഈ മഹാന്മാരും ഈ സാദാത്തുക്കളും വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് ജനങ്ങൾ തടിച്ചുകൂടുന്നു, ഒരുമിച്ച് കൂടുന്നു. ഇത് ഈ പ്രസ്ഥാനത്തിന്റെ ഇസ്സത്താണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ അത്തരത്തിലുള്ള അവരുടെ വേദി ശൂന്യമായി കിടക്കുകയാണ്. മന്മണസ്ഥാനെ കിട്ടിയാൽ തിരക്കടില്ല എന്ന് കുറെ കാലം ഇവർ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ഒരാളെ കിട്ടിയാൽ അവിടെ ഇരുത്താന്നുള്ള ഒരു തോന്നലാണ്. അതേ അവസരത്തിൽ ബഹുമാനപ്പെട്ട പന്മൾ ഉസ്താദ് തന്നെ അതിനെക്കുറിച്ച് പൂനൂരിൽ വെച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അവരെ വേദിയിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, ബഹുമാനപ്പെട്ട ഉസ്താദ് കൊണ്ടായതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അത് താജുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒക്കെ ആ നേതൃത്വത്തിലുള്ള ദീനാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. ആ ഒരു ആദർശത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനും വസ്വാസ് ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഈ ചിത്രശക്തികൾ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന് രംഗത്ത് വന്നിട്ടുണ്ടോ അന്ന് മുതൽക്ക് തന്നെ ഉസ്താദിനെ മൂലയിൽ ഇരുത്താനുള്ള ശ്രമങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉസ്താദിന് മാത്രമുള്ള അനുഭവം ഒന്നല്ല കേട്ടോ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന രേഖകളുമായി ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതല്ലേ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അൽ അമീൻ. മക്കയിൽ റസൂലുള്ളാഹി ഇല്ലാത്തൊരു ചടങ്ങില്ല, അള്ളാഹുവിന്റെ ഹബീബില്ലാത്തൊരു വേദിയില്ല, റസൂലുള്ളാഹി ഇല്ലാത്തൊരു പരിപാടിയില്ല. എല്ലാവർക്കും പ്രിയപ്പെട്ടവരല്ലേ? അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ ദീനിന്റെ അമാനത്താകുന്ന ആ തൗഹീദിന്റെ ആ വഹീന്റെ സന്ദേശം ലഭിച്ചപ്പോ അന്ന് വറഖത്ത് ഇബ്നു നൗഫൽ മഹാനവർ എടുത്ത് കൊണ്ടുപോയപ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ, യാ ലൈതനി കുന്തു ജിദ്ആ ഇത് യുഖ്രിജുക ഖൗമുക. അല്ലാഹുവിന്റെ റസൂലിനോട് അന്ന് വറഖത്ത് പറഞ്ഞ വാക്കാണ്, നിങ്ങളെ സ്വന്തം നാട്ടുകാർ, നിങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നാസിറായി വർത്തിക്കുമായിരുന്നു എന്ന് മഹാനവൾ പറഞ്ഞപ്പോൾ റസൂൽ ചോദിച്ചു, അവ മുഖ്രിജിയഹും, എന്റെ നാട്ടുകാര് ഞാനില്ലാതെ ഒരു വിഷയമോടെ നടക്കൂല, അത്രയും പ്രിയപ്പെട്ടവരല്ലേ. ആ നാട്ടുകാർ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുമോ? ആ സമയത്താണ് വറക്കത്ത് പറഞ്ഞ വാക്ക്. സഹീൽ ബുഖാരിയുടെ ആദ്യ ഭാഗങ്ങളിൽ കൈഫ കാന ബദഉൽ വഹി എന്ന് തുടങ്ങുന്ന ആദ്യ ഭാഗങ്ങളിൽ തന്നെ ഹദീസിൽ നമുക്ക് കാണാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ആരൊക്കെ ഈ ആദർശവുമായി രംഗത്ത് വന്നിട്ടുണ്ടോ അവർക്കൊക്കെയും ഈ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരൊറ്റ കുട്ടിയും ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വഹിയുമായി അല്ലെങ്കിൽ ദീനിന്റെ പ്രകാശവുമായി ആരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടോ അവർക്കൊക്കെ അഴുതാവുകൾ, ശത്രുക്കൾ, എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എതിർപ്പുകളില്ലാത്ത ഒരു മുസ്ലിം നേതാവും ഒരു നബിയും ഒരു വലിയും ഒരു മഹാനും ഇവിടെ വന്നിട്ടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സഹീഹ് ബുഖാരി നമുക്ക് കാണാം. ഇത് ലോകത്ത് വന്ന ഖുതുബീങ്ങള്, ഇമാമിങ്ങള്, ഔലിയാക്കള്, ആരിഫീങ്ങള്, സ്വാലിഹീങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവിച്ചതിന്റെ തുടർച്ചയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വേട്ടയാടാൻ, ഉസ്താദിനെതിരെ ആരോപണം പറയാൻ, ഉസ്താദിനെ മൂലയിലിരുത്താൻ, ഉസ്താദിനെ നിശബ്ദമാക്കാൻ, അതിനെതിരെ അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അങ്ങനെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇതെന്തുകൊണ്ട് മൂലയിലാവുന്നില്ല, ഇതെന്തുകൊണ്ട് നിശബ്ദമാകുന്നില്ല, ഇതെന്തുകൊണ്ട് ഇല്ലാതാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഇതൊരു ഭൗതിക പ്രസ്ഥാനമായിരുന്നെങ്കിൽ എന്നോ ഇല്ലാതാക്കി പോകുമായിരുന്നു, എന്നോ നശിച്ചു പോകുമായിരുന്നു. അള്ളാഹുവിന്റെ ദീനായതുകൊണ്ട് തന്നെ അന്ത്യനാൾ വരെ ഹക്കിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമെന്ന് ഹദീസിലുള്ളതാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാകും, അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഉണ്ടാകും, അവർക്ക് എതിർപ്പുകൾ ഉണ്ടാകും, അവർക്ക് ശത്രുക്കൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, എന്ത് ഫിത്തനയുണ്ടായാലും, എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ അവഗണിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ആലിമീങ്ങളുടെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ പ്രായത്തിലും ക്ഷീണത്തിലും ജീവിതത്തിന്റെ തിരക്കേറിയ നിമിഷങ്ങളിലും അൽഹംദുലില്ലാ ഹജ്ജ് കഴിഞ്ഞ് പോകുന്ന ആ ഒരു സമയത്ത് മർഹബയിലുള്ള നിങ്ങളെ കാണാൻ, നിങ്ങൾ അനുഗ്രഹിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇവിടെ എത്തി എന്നുള്ളത് ജിദ്ദയിലെ പ്രവർത്തകന്മാരെ നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യമായി നിങ്ങൾ കണക്കാക്കുക. അല്ലാഹു നമ്മുടെ ആലിമീങ്ങൾ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.